എൻ്റെ ചെറുപ്പക്കാരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറുണ്ട്. എന്തേ കാരണമെന്ന്? ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറില്ല. അതിൽപ്പെട്ട ഒരു തിന്മയാണ് വ്യഭിചാരം. അല്ലാഹു പറഞ്ഞ കാരണം ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ, അത് മോശമായ വഴിയാണത്, അത് മോശമാണ്, നിങ്ങൾ അരികത്തേക്ക് പോകല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ആഹ്വാനം ചെയ്തില്ലേ? കള്ളിനെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധി നശിപ്പിക്കും. കള്ളിനെ കുറിച്ച് പറഞ്ഞു അത് പിശാച് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ എടുക്കുന്ന പരിപാടിയാണ്. പിശാച് നിങ്ങളെ കുടുംബം തെറ്റിക്കാൻ എടുക്കുന്നതാണ്. പിശാച് നിങ്ങളെ അല്ലാഹുവിൽ നകറ്റുന്ന പരിപാടിയാണത്. പോകല്ലേ. പലിശയെക്കുറിച്ച് കാരണം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞു. വ്യഭിചാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? വ്യഭിചാരത്തിൽ കുട്ടികളുണ്ടാവും വിചാരിച്ചിരുന്നു. കുട്ടികളില്ലാത്ത രീതിയിലോ? അതൊന്നുമല്ല. അള്ളാഹു പറഞ്ഞു ചെയ്യല്ലേ. എന്തിനാണെന്നറിയോ? കാരണം പറഞ്ഞ് മാത്രം കമാൻഡ് ചെയ്താൽ നമ്മൾ ആ കാരണത്തെയാണ് ശ്രദ്ധിക്കുന്നത്. ഇത് ആരാ പറയണത് എന്ന് ശ്രദ്ധിക്കണില്ല. നമ്മൾ അള്ളാന്റെ അബ്ദായിട്ടുണ്ടോ? അള്ളാന്റെ അടിമ. എന്താ അടിമ എന്ന് പറഞ്ഞാൽ, ഉടമസ്ഥൻ പറഞ്ഞു ഈ പറമ്പ് മുഴുവൻ കളച്ച് ചാല് കീറ്. എന്തിനാ യജമാനനെ ഞാൻ ഈ ചെയ്യുന്നത്? നീ അത് ചോദിക്കേണ്ട, നീ നിന്റെ പണിയെടുത്തോ. ഇതാണ് ഉടമസ്ഥൻ പറയാ. ഇങ്ങനെ നമുക്ക് അള്ളാഹ് അനുസരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. എല്ലാറ്റിനും കാരണം പറഞ്ഞെന്നാൽ ഇത് നടക്കൂല. അത് അനുസരണം എന്ന് പറയില്ല. നമ്മൾ നോമ്പ് വെൽക്കും. എന്തേ? ഏതായാലും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ട്, ഡോക്ടർ പറഞ്ഞ് ഭക്ഷണം കഴിക്കണ്ട, എന്നാൽ പിന്നെ സുന്നത്ത് നോമ്പായിക്കോട്ടെ. ഇതിനൊന്നും കൂലി കിട്ടൂല ചങ്ങാതിമാരെ. ഇതിനൊന്നും അള്ളാഹിൻ്റെ കൂലി കിട്ടൂല. വെയിറ്റ് ഓർക്കാൻ വേണ്ടി നോമ്പ് വെൽക്കേ. അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി ഖുർബത്തുൻ യതഖറബു ബിഹിൽ അബ്ദു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാ നോമ്പ്. നിസ്കാരം എന്തേ? നല്ല യോഗക്ക് നല്ല ഉഷാറെന്നല്ല പറഞ്ഞത്. യോഗാഭ്യാസം. ഞാൻ യോഗക്ക് പോകുന്നില്ല, ഞാൻ നിസ്കരിക്കുകയാണ്. അതൊന്നും അള്ളാഹിൻ്റെ അനുസരണമല്ല. അത് നിക്കാര്യം കിട്ടാൻ വേണ്ടി നടക്കുക. സക്കാത്തും അതിൻ്റെയൊക്കെ ചില വിഷയം അങ്ങനെയാണ്. സക്കാത്ത് ചാരിറ്റി നല്ലതല്ലേ, സഹായിക്കല്. ഹജ്ജോ അത് ഈ പറഞ്ഞ പോലെ കാരണം പറഞ്ഞു തന്നിട്ടില്ല. എന്തിനാണ് ഈ ഹജ്ജ് ചെയ്യുന്നത്? എന്താ ഞാൻ ഈ കാബിൻ്റെ അടുത്ത് പോയി ചുറ്റുന്നത്? എന്താ ഞാൻ ഈ സഫാ പറഞ്ഞു? ഞാൻ എന്തിന് നടക്കണം ഈ അറഫയ്ക്ക്? ഞാൻ എന്തിന് മിനയിൽ പോകണം? അവിടെ എന്താ എനിക്കുള്ള ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് നീ കേട്ടോ. അതാണ് ഹജ്ജ്. അപ്പോഴാണ് ഇസ്ലാം പൂർത്തിയാവുക. എന്നതുപോലെ കാരണം പറഞ്ഞു തരാതെ അടുക്കല്ലേ എന്ന് പറഞ്ഞ് ഇത് മോശമാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്തിയ ഒരു വിഷയത്തിലാണ് മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് നേരിട്ട് തൗബ ചെയ്ത് മടങ്ങാമായിരുന്ന വിഷയം. നബിയെ, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. നാളെ ഖബറിൽ, നാളെ മഹ്ശറായിൽ, നാളെ അല്ലാഹുവിന്റെ നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ എനിക്ക് കഴിയില്ല നബിയെ, സഹിക്കാൻ കഴിയില്ല, ശുദ്ധിയാക്കി തരണം. ഫറജമൂ, എല്ലാവരും കൂടി എറിഞ്ഞു കൊല്ലുകയാണുണ്ടായത് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ. വധിക്കണമെങ്കിൽ വാളുകൊണ്ട് വെട്ടിയാൽ പോരെ, അമ്പെയ്യാൻ പറയുമായിരുന്നില്ലേ? പക്ഷേ ഈ കുറ്റം അത്രക്ക് മോശമാണെന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ നിയമം, വിവാഹം ചെയ്ത ഒരു മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലലാണ്. അങ്ങനത്തെ തിന്മകൾ നടമാടുന്ന സമൂഹത്തിലാണ് മുസ്ലിമേ 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചോ. തിന്മകൾ കാരണം പ്രലോഭിക്കപ്പെടുന്ന കാലമാണിത്. മുഅ്മിനീങ്ങൾ തിന്മകളെക്കുറിച്ച് പേടിക്കണം. തെറ്റുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പേടിക്കണം. ആ പേടി കൊണ്ടാണ് ഗാമിദി കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് വ്യഭിചരിച്ച് ഗർഭം ധരിച്ച പെണ്ണ് വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ എന്നെയും എറിഞ്ഞു കൊന്നേക്കിൻ നബിയെ, ഞാനത് ചെയ്തു പോയിട്ടുണ്ട് നബിയെ, എന്നെ ശുദ്ധിയാക്കി തരിൻ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രസവിച്ചിട്ട് വരിൻ. പ്രസവിച്ച് ചോര പൈതലുമായി വന്ന ഈ പെണ്ണ് പറഞ്ഞു, നബിയെ ശുദ്ധിയാക്കണം, നബിയെ ശുദ്ധിയാക്കണം എന്നെ. ഇസ്ലാമിൻ്റെ കോടതിക്ക് മുമ്പിൽ 4 സാക്ഷികളാൽ വിസ്തരിക്കപ്പെടുകയോ സ്വയം കുറ്റം സമ്മതിക്കുകയോ ചെയ്താൽ കോടതി നടപ്പാക്കുന്ന ശിക്ഷയാണിത്. വ്യഭിചരിച്ചതെങ്കിലൊക്കെ എറിഞ്ഞു കൊല്ലപ്പെടണമെന്നില്ല. നിങ്ങളും അള്ളാഹും തമ്മിൽ തൗബ ചെയ്ത് മടങ്ങിൻ, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിൻ, നിങ്ങളും റബ്ബും മാത്രം അറിയുന്ന രീതി കരഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിൻ, അള്ളാഹു പുറത്തു തരും. ചോര പൈതലുമായി വന്ന പെണ്ണിനോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് പാലല്ലാത്ത റൊട്ടിയൊക്കെ കഴിക്കാൻ പ്രായമാകുമ്പോൾ വരിൻ. 6 മാസം പ്രായമായ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ട് പെണ്ണ് വന്നു, നബിയെ എന്നെ ശുദ്ധിയാക്കി തരണം. അങ്ങനെ സമ്മതിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ദയ കാണിക്കാൻ പറ്റുമോ? ഇത് അള്ളാഹുവിൻ്റെ നിയമമല്ലേ? എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പറഞ്ഞു. ആ ഗാമിദി കുടുംബത്തിൽപ്പെട്ട പെണ്ണ്
ദുനിയാവെന്ന് ശിക്ഷ വരിച്ചു പോവുകയാണ്. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ അല്ലാഹുവേ ഇന്ന ഉമ്മത്തി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ. ഒരു കുറ്റത്തിന് 2 തവണ അല്ലാഹു ശിക്ഷിക്കാത്ത വിധം ഈ ഉമ്മത്തിന് അല്ലാഹു കരുണ ചെയ്തിട്ടുണ്ടല്ലോ. ആ കരുണയിൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോയെങ്കിലോ. യാ അല്ലാഹ്, മുഅ്മിനെ പേടിക്കുന്നുണ്ടോ? മുഅ്മിനെ പേടിക്കുന്നുണ്ടോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ അവർ ഖലീഫയായിരുന്ന സമയത്ത് 1-ാമത്തെ സഫിൽ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ കാന യഉദ്ദുഹു മിൻ അസ്ലഹിഹിം. സ്വഹാബികളിൽ താബിഈങ്ങളിൽ ഏറ്റവും പ്രഗൽഭനും നല്ല മനുഷ്യനുമാണെന്ന് ഉമർ തങ്ങൾ വിചാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ. പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കും, എവിടെ ആ ചെറുപ്പക്കാരൻ? അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വരാതിരുന്നപ്പോൾ ഉമർ തങ്ങൾ തിരക്കി എന്ത് സംഭവിച്ചു എന്ന്. അപ്പോഴാണ് വിവരറിയുന്നത്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എവിടെന്നാ പോകുന്നത്? പള്ളിയിൽ നിന്ന്. സിനിമ കഴിഞ്ഞ് വരില്ല, പള്ളിയിൽ നിന്ന് പോകുമ്പോൾ. നല്ല ചെറുപ്പക്കാരൻ. മുസ്ലിമെ പേടിക്കണം. മുഅ്മിനെ, ഇബ്ലീസ് ഭയങ്കര സ്മാർട്ടാണ്. നമ്മളെക്കാൾ സ്മാർട്ടാണ് ഇബ്ലീസ്. ഇത് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈ തടി അങ്ങ് നശിപ്പിച്ചാൽ എന്നേക്കുമുള്ള അള്ളാഹിന്റെ ജന്നത്തുൽ ഫിർദൗസാണ് നഷ്ടപ്പെടാനിരിക്കുന്നത്. അത് നഷ്ടപ്പെടണമെന്ന ഇബ്ലീസിന്റെ ഉദ്ദേശം. അതിന് നമ്മൾ പിന്നാലെ കൂടിയിട്ട് ചെയ്യ് പിന്നാലെ കൂടി നടക്കുക, നീ തെറ്റ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാവൽ തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. നമ്മുടെ ആൺമക്കളെയും പെൺകുട്ടികളെയും അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇശാ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ ഒരു പെണ്ണ് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചെറുപ്പക്കാരനോട് പറഞ്ഞു. അല്ലാമ ഇബ്നുൽ ജൗസി തന്റെ കിതാബിൽ രേഖപ്പെടുത്തി ദംബുൽ ഹവായിൽ രേഖപ്പെടുത്തുന്നുണ്ട് സംഭവം. എന്ത് പറഞ്ഞു? തോന്നിവാസത്തിലേക്ക് വിളിച്ചു, വിചാരത്തിലേക്ക് വിളിച്ചു. ഇവൻ പറഞ്ഞു, ഞാനില്ല. അവള് പറഞ്ഞു, ഞാൻ വിടില്ല. ഇവന്റെ പിന്നാലെ കൂടി പിശാചും കൂടിയിട്ട് ഈ പെണ്ണിന്റെ വീട് വരെ ഒറ്റയ്ക്ക് രാത്രി നടന്നു പോയ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തു കയറി വ്യഭിചാരത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഓർമ്മ വന്നു അള്ളാഹുവിനെ ഓർമ്മ വന്നു. ഇവിടെ ബോധം കെട്ടു വീണു. ഒരൊറ്റ ഓർമ്മയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനർ റഹ്മാനി തദക്കറൂ فإذا هم مبصرون. എന്തൊരു അത്ഭുതമുള്ള ആയത്താണിത്. ആയത്തിനർത്ഥം ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ, തിന്മയുടെ എന്തെങ്കിലും ഒരു ലാഞ്ചന അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. യാ അല്ലാഹ്, മുത്തഖീങ്ങൾക്കും വരാം. നല്ല പടച്ചോനെ പേടിയുള്ള ആളാന്ന് വിചാരിച്ച് നടക്കുന്ന ആളാ, അവർക്കും വരാം ഈ അപകടങ്ങൾ. മരണത്തിന്റെ മുമ്പായിട്ട് സംഭവിക്കാം, എപ്പോഴെങ്കിലും സംഭവിക്കാം. ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ. അങ്ങനെ മുത്തഖീങ്ങൾക്ക് എന്തെങ്കിലും പിശാചുബാധ വന്നാൽ, തിന്മയുടെ ചിന്തകൾ വന്നാൽ, തദക്കറൂ, അവരന്നേരം ഓർക്കുന്നവരാണ്. അപ്പോഴേക്കപ്പോഴേ ഓർമ്മ വരും. അല്ലാഹ്, ഞാൻ എന്താ റബ്ബേ ചെയ്യാൻ പോയി? എന്താണ് പടച്ചവനെ ഞാൻ ചിന്തിക്കുന്നത്? പടച്ചവനെ എനിക്ക് പുറത്തു തരണേ. ഫഇദാഹും മുബ്സിറൂൻ, ഉടനെ തന്നെ അവർക്ക് കണ്ണു തുറക്കും. അങ്ങനത്തെവരാ മുത്തഖീങ്ങൾ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഉടനെ അവർക്ക് കണ്ണു തുറക്കും. പിശാചിന്റെ ബാധ വരുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരന് ഓർമ്മ വന്നു, ഈ ചെറുപ്പക്കാരന് ബോധം വന്നു. അപ്പോൾ ബോധം വന്നതും ഇയാൾ ബോധം കെട്ടു വീണു. അള്ളാഹിനെ പറ്റി ഓർമ്മ വന്നു, തിന്മയിലേക്ക് പോവുക. ബോധം പോയപ്പോൾ ഈ പെണ്ണും തൻ്റെ കൂട്ടുകാരിയും ഇവനെ താങ്ങിപ്പിടിച്ചിട്ട് ഇയാളുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി കിടത്തി. അപ്പോൾ വൃദ്ധനായ വല്യപ്പ മോനെ കാണാതെ കാത്തിരിക്കുകയാണ്. മോൻ എവിടെ പോയി? മക്കൾ ലേറ്റായിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, മക്കൾ ലേറ്റ് ആവരുത്. അതാണ്, അതൊക്കെ ലേറ്റാവുന്ന പിശാച്ചാണ്. തോന്നിയ നേരത്ത് വീട്ടിൽ കയറി വരിക, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ്. വല്യാപ്പ അങ്ങനെ കാത്തിരിക്കുക. അപ്പം ഈ വല്യാപ്പ മോനെ ഇവർ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരാ. എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടിക്ക് പറ്റിയത് അറിയില്ല, അവിടെ ബോധം കെട്ട് വീണ് കണ്ടെന്ന് ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എവിടെ? ഇവർ പഠിപ്പിക്കാൻ കൊണ്ടുപോയതാ. മുഖത്ത് വെള്ളം തെളിച്ച് ബോധം വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, വാപ്പാ
ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ അമീറുൽ മുഅ്മിനീനോടൊന്ന് ചോദിക്കണം, എന്താണ് മാ ജസാഉ മൻ ഖാഫ മഖാമ റബ്ബിഹി? അല്ലാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ചു പോയൊരു ചെറുപ്പക്കാരന് എന്ത് പ്രതിഫലമാണ് നാളെ അള്ളാഹു നൽകുക എന്ന് ഒന്ന് ചോദിക്കണം അമീറുൽ മുഅ്മിനീനോട്. മോനോട് പറഞ്ഞു, മോനെ കഥ പറയിൻ, എന്താ മോനെ പറ്റിയത്? വാപ്പ എന്നോട് ചോദിക്കല്ലിൻ, മോൻ പറ, മോൻ എന്ത് പറ്റി? കഥ പറഞ്ഞു കൊടുത്തു. വാപ്പ ഇത് കേട്ടിട്ട് മോൻ്റെ റിക്വസ്റ്റ് അമീറുൽ മുഅ്മിനീനെ അറിയിക്കാൻ പോയപ്പോഴേക്കും മരണത്തിന്റെ വേദന വന്നു. ഉടനെ തന്നെ മരിച്ചു പോകുന്നു ഈ ചെറുപ്പക്കാരൻ. വല്യാപ്പ വന്നപ്പോഴേക്കും മരിച്ചിട്ടുണ്ട്. ഉമർ ഫാറൂഖ് തങ്ങളെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നു വീട്ടിലേക്ക്. അമീറുൽ മുഅ്മിനീൻ കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ടവർ കഥ കേട്ടിട്ട് പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഖബറിലേക്ക് വെച്ച് ഉമർ ഫാറൂഖ് തങ്ങളും സ്വഹാബികളും ഈ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് താഴെ വെച്ച് ഉമർ തങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട്. എനിക്കെന്താണ് അള്ളാഹിനെ ഭയപ്പെട്ട ചെറുപ്പക്കാരന് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കൂ ഉപ്പാ. ഉമർ ഫാറൂഖ് തങ്ങളോട് മറുപടി വന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാത്ത പെൺകുട്ടി, തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരുന്ന ചെറുപ്പക്കാരായ എൻ്റെ സഹോദര, നിനക്കല്ലാഹു നൽകുന്നത് രണ്ട് സ്വർഗമാണെങ്കിൽ ഹറാമിന്റെ പിന്നാലെ നീ പോവേണ്ടതുണ്ടോ? ഈ വാക്കിങ്ങനെ പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് എന്നവരും അസ്ഹാബും കേൾക്കുന്നത്, ബലാ ഖദ് വജത്തുഹുമാ. അമീറുൽ മുഅ്മിനീൻ, ആ രണ്ട് സ്വർഗം എനിക്കെൻ്റെ റബ്ബ് നൽകിക്കഴിഞ്ഞു. മരണത്തിന് ശേഷം, മരിച്ചു പോയതിന് ശേഷം ഖബറിൽ നിന്ന് സംസാരമുണ്ടായ എത്രയോ അനുഭവങ്ങൾ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു അബി ദുനിയ അവരുടെ കിതാബുൽ മഖാബിറിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ രേഖപ്പെടുത്തി കാണുന്നു. സുബ്ഹാനല്ലാഹ്, മരണത്തിന്റെ ശേഷം ഖബറിൽ നിന്ന് കേട്ട ശബ്ദമായിരുന്നു അത്. കിട്ടി, എനിക്ക് രണ്ടും അല്ലാഹു തന്നു, രണ്ട് സ്വർഗം തന്നിരിക്കുന്നു, അല്ലാഹു എനിക്ക് വാക്ക് തന്നിരിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ പേടിക്കേണ്ടവരാ, നന്നായി പേടിക്കേണ്ടവരാ. മുഅ്മിനെ ആണും പെണ്ണും പേടിക്കണം. ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ കഥ അല്ലാമ ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്നുണ്ട്. അവരെ റോമക്കാരോട് പടപൊരുതാൻ പോയതാണ്. റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ റോമക്കാരുടെ കോട്ടകൾ പിടിച്ചടക്കി ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് കഴിയുമ്പോൾ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് തിന്മ വരികയാണ്. റോമക്കാരികളെന്ന് ക്രിസ്ത്യാനികളാണ്. അവരിൽപ്പെട്ട ഒരു പെണ്ണ് തൻ്റെ ബാൽക്കണിയിലൂടെ മുഖം കാണിച്ച് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോഴേക്കും അതിൽ മയങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ. അതല്ലേ ഇന്ന് നടക്കുന്നത്, ഇന്നത്തെ കഥ അതല്ലേ. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ വയ്യ, കോളേജിലേക്ക് പോകാൻ വയ്യ. എന്താ നമുക്ക് അല്ലാഹു നൽകിയ കമ്മ്യൂണിക്കേഷൻ മീഡിയകൾ, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ അടക്കം നിങ്ങൾ ഉപയോഗിക്കുന്ന തിന്മക്കാണെങ്കിൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിച്ചോ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ, തിന്മ ചെയ്യാനോ വളർത്താനോ ആണെങ്കിൽ ആണേ പെണ്ണെ, അള്ളാഹുവിനെ മുൻനിർത്തി ഈ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈകളിൽ അള്ളാഹു തരുന്ന ഫോണും അള്ളാഹു തരുന്ന നെറ്റ്വർക്ക് കണക്ഷൻ, ഇത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. എത്ര നന്മകൾ പഠിക്കാൻ പറ്റും, എത്രയേറെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പറ്റും. അതിൻ്റെ ഒക്കെ പകരം അശ്ലീലമായത് കാണുവാനോ, അയച്ചു കൊടുക്കാനോ, കമന്റ് ചെയ്യാനോ, മറുപടി പറയാനോ, നിക്കാഹിന്റെ ബന്ധമില്ലാതെ ഒരന്യാണിനോടോ പെണ്ണിനോടോ സംസാരിക്കുന്നതോ, നീ കഥ പറയുന്നതോ, മെസ്സേജ് അയക്കുന്നതോ, കമന്റ് ചെയ്യുന്നതോ, നീ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്, കുറ്റമാണ്, തിന്മയാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങേണ്ടി വരും, പൊറുക്കലിന് ചോദിക്കേണ്ടി വരും. ഒരൊറ്റ പെണ്ണ്
ആ പെണ്ണിനെ കണ്ടപ്പോ ഇബ്നു അബ്ദുറഹ്മാൻ ചോദിച്ചു, കൈഫസ് സബീലു ഇലൈകി, എനിക്ക് എങ്ങനെ നിന്നെ പ്രാപിക്കാൻ പറ്റും? അവൾ പറഞ്ഞു, തനസ്വർ, നീ ക്രിസ്ത്യാനിയാവണം. ഉടനെ തന്നെ തൻ്റെ കഴുത്തിലേക്ക് ക്രിസ്ത്യാനിയുടെ കുരിശിന്റെ മാലയണിഞ്ഞ് ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടിപ്പോയൊരു മനുഷ്യന്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ഇന്നും നടക്കണില്ലേ? ഹിന്ദു പെണ്ണിന്റെ കൂടെ നടക്കുന്നവർ, ഹിന്ദുവിന്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നത് മഅദല്ലാഹ്. മുസ്ലിമായൊരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ, മിനിമം ശിക്ഷ അൽ ഖത്ലു, വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താണെന്നറിയോ? ലോകത്തെ മറ്റു മനുഷ്യരോട്, അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളോട് ഇവൻ വിളിച്ചു പറയുന്നത്, ഇവൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിനേക്കാളും മെച്ചമുണ്ടെന്ന് ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ടെന്ന പച്ചക്കള്ളമാണ്. അതിന് കൊടുക്കുന്ന ശിക്ഷയാണത്. തനസ്വർ, കുരിശുമാലയണിഞ്ഞ് ഈ പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കടന്നു ചെന്നു. മുസ്ലിമീങ്ങൾ ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് റോമക്കാരോട് വിജയിക്കാൻ കഴിയാതെ തിരിച്ചു പോന്നു. എല്ലാവരും സങ്കടപ്പെട്ടു. നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടു പോയല്ലോ. കൂടെ ഒരു യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇസ്ലാം നഷ്ടപ്പെട്ടു പോയത്. എത്ര ആളുകൾക്കത് നഷ്ടപ്പെടുന്നുണ്ട്? എത്ര ആളുകളുടെ നന്മയാണ് കൊഴിഞ്ഞു പോകുന്നത്? അന്യാളുകളോട്, അന്യരെ കണ്ടിട്ടും സംസാരിച്ചിട്ടും. മുഅ്മിനീങ്ങളെ ആലോചിക്കും, മുഅ്മിനെ ആലോചിക്കിൻ. ഇതൊരു കാലം കഴിഞ്ഞാൽ അന്യ പെണ്ണുങ്ങളോടൊന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ അതായിരിക്കും അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ നിന്ന്? അതൊക്കെ കോമൺ അല്ല. അതിപ്പോൾ ആരാ ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തിന്മ ഹലാലാകുമോ? നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞത്